കൊച്ചി കോർപ്പറേഷനിൽ മാലിന്യ സംസ്കരണത്തിനായുള്ള ടിപ്പർ ലോറികളുടെ കരാറിൽ അട്ടിമറിയെന്ന ആരോപണം. കരാർ പുതുക്കി നൽകാത്തത് മൂലം ഒരാൾക്ക് തന്നെയാണ് സ്ഥിരമായി കരാർ കിട്ടുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കൗൺസിൽ അറിയാതെയാണ് ഇതു സംബന്ധിച്ച നീക്കങ്ങൾ നടക്കുന്നത് എന്നും ആക്ഷേപം ശക്തമാണ്. നിബന്ധനകൾ മറികടന്നാണ് കൊച്ചി കോർപ്പറേഷനിൽ മാലിന്യ സംസ്കരണത്തിനായുള്ള വാഹനങ്ങൾക്കുള്ള ടെൻഡർ വിളിക്കുന്നതെന്നാണ് പ്രധാന ആരോപണം. 2021 ആദ്യമായി ടിപ്പർ ലോറികൾക്കും ഹിറ്റാച്ചികൾക്കും വേണ്ടിയുള്ള ടെൻഡർ വിളിച്ചത്. അന്ന് എം.എ. താഹ എന്നയാൾക്ക് കരാർ ലഭിച്ചു. തൊട്ടടുത്ത വർഷം കാലാവധി അവസാനിച്ചെങ്കിലും അന്നത്തെ സെക്രട്ടറി കരാർ നീട്ടി നൽകി. ഇത് ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടയിൽ 5 തവണ ടെൻഡർ വിളിച്ചു. മറ്റു പലർക്കും ലഭിക്കുകയും ചെയ്തു. എന്നാൽ താഹയ്ക്ക് ലഭിക്കാതായതോടെ ടെൻഡറുകൾ റദ്ദു ചെയ്തു. ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി ടെൻഡർ റദ്ദു ചെയ്ത് കരാറുകാരനുമായി കോർപ്പറേഷൻ അധികൃതർ ഒത്തുകളിച്ചെന്നാണ് പ്രതിപക്ഷ ആരോപണം. എഗ്രിമെന്റ് പുതുക്കേണ്ട പീരീഡ് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം 3-4 പ്രാവശ്യം കരാറ് വിളിച്ചിട്ട് കരാർ റദ്ദ് ചെയ്യുകയും ചെയ്തു. നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് കാണാൻ കഴിയുന്ന കരാറ് പല നിബന്ധനകൾ മറികടന്നിട്ടാണ് കരാറ് വരുന്നത്, പുതിയ കരാറ് വരുന്നത്. പ്രതിപക്ഷ സമരം ശക്തമായതോടെ ഒടുവിൽ കരാർ ലഭിച്ച കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചു. കരാർ സംബന്ധിച്ച വിവരങ്ങൾ കൗൺസിലോ കമ്മിറ്റിയോ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന് കോടതിയും ആവശ്യപ്പെട്ടു. എന്നിട്ടും റദ്ദാക്കൽ നടപടിയിൽ മാറ്റമുണ്ടായില്ല. ദിവസങ്ങൾ നമ്മളിപ്പോൾ ടെൻഡർ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ടെൻഡർ വിളിക്കാൻ പറ്റുന്ന സമയത്ത് മുൻകൂർ കൊടുക്കുമ്പോൾ മുൻകൂറുകൾ അടക്കം സമയബന്ധിതമായി തീർക്കേണ്ട കാര്യങ്ങളിൽ ചെയ്യാതെ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതിയും വീഴ്ച വരുത്തിയിരിക്കുകയാണ്. പ്രശ്നത്തിന് ശേഷം സെക്രട്ടറിമാർ പലരും മാറി വന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചെങ്കിലും നിലവിലെ കോർപ്പറേഷൻ സെക്രട്ടറി പ്രതികരിക്കാൻ തയ്യാറായില്ല. അതേസമയം വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷവും. അഴിമതി ആരോപണങ്ങളുടെ കുത്തരങ്ങാണ് കൊച്ചി കോർപ്പറേഷൻ. മാലിന്യം നീക്കം ചെയ്യുന്നതിൽ പോലും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൈക്കൂലി വാങ്ങുന്നുവെന്ന ആരോപണം ശക്തമാകുമ്പോഴും ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ലെന്നതാണ് സങ്കടകരമായ കാര്യം. ന്യൂസ് മലയാളം, കൊച്ചി.